നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനലിസിബയുടെ കാര്യത്തിൽ യുവേഫ കോൺമബോൾ മീറ്റിംഗിൽ എന്ത് തീരുമാനമെടുത്തു എന്നറിയാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇതാ അർജൻറ്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ് നെഡൂല് വിവരങ്ങൾ വിടുന്നു. അതിൽ പറഞ്ഞ നോ ഡിസിഷൻ വാസ് മെയ്ഡ് ഇൻ ടുഡേയ്സ് മീറ്റിംഗ്, ഇറ്റ് വിൽ ബി ഡിഫൈൻഡ് നെക്സ്റ്റ് വീക്ക്. അതായത് ഇന്നലത്തെ മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അടുത്ത ആഴ്ച തീരുമാനിക്കുമെന്നാണ്. അതായത് ഫൈനലിസിമ ഇപ്പോൾ റിമൈൻ അൺസസ്പെൻഡഡ് ആണ്, സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഖത്തർ ഈ മത്സരം അവിടെ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അവർ കാരണം ഓൾറെഡി അവർ കൊമേഴ്ഷ്യൽ എഗ്രിമെൻ്റ് ഒക്കെ നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരം ഖത്തറിൽ തന്നെ നടത്താൻ ഖത്തർ ആഗ്രഹിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ ശരിയാകും എന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതോടൊപ്പം ഈ മത്സരം മാത്രമല്ല, ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി നടത്താനിരുന്ന മത്സരങ്ങളൊക്കെ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഖത്തർ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിൽ പറയുന്ന യുവേഫയുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങളാണ്. അതായത് നിലവിൽ പുതിയ ഒരു ആൾട്ടർനേറ്റീവ് വെന്യൂ ഖത്തർ മാറ്റി മറ്റൊരു വെന്യൂ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. സ്പെയിനും അർജൻറ്റീനയും തമ്മിലുള്ള ഫൈനലിസിമ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ അസ്യൂം ചെയ്യുന്നത്. യുവേഫ പറയുന്നത് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് ഖത്തറി ഓർഗനൈസേഴ്സുമായിട്ട്. അവരുടെ എനോർമസ് എഫേർട്ടിനെ മാനിക്കുന്നു. മത്സരം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഫൈനലിസിമ വേദിയുമായി ബന്ധപ്പെട്ട സ്പെക്കുലേഷൻസിൽ ഞങ്ങൾ അവെയറാണ്. ഇപ്പോൾ റീജിയനിലുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് ഫോർ ദി മൊമെൻറ്റ് നോ ഓൾട്ടർനേറ്റീവ് വെന്യൂ ഈസ് ബീയിങ് കൺസിഡേർഡ്. കാര്യങ്ങളെല്ലാം അധികം വൈകാതെ തന്നെ ക്ലാരിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി നെക്സ്റ്റ് വീക്ക് ഫൈനൽ തീരുമാനമെടുക്കും. യുവേഫയും കോൺമബോളും ഫിഫയും ഇപ്പോഴും ഖത്തറി അതോറിറ്റീസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ എന്നാണ് യുവേഫയിൽ നിന്ന് ലഭിച്ച ഇൻഫോർമേഷൻ ആയിട്ട് EFE റിപ്പോർട്ട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റ് യൂറോപ്യൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഫൈനലിസിമ നിലവിൽ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഖത്തറിൽ തന്നെ നടത്താം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അവിടുത്തെ സ്ഥിതിഗതികളിൽ മാറ്റമില്ലെങ്കിൽ മാത്രമാണ് വേദി മാറ്റാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.